قل من حرم زينة الله التي أخرج لعباده والطيبات من الرزق قل هي للذين آمنوا في الحياة الدنيا خالصة يوم القيامة كذلك نفصل الآيات لقوم يعلمون. പ്രവാചകൻ അവരോട് ചോദിക്കുക, അല്ലാഹു അവന്റെ ദാസന്മാർക്കായി ഉൽപ്പാദിപ്പിച്ച അലങ്കാരങ്ങളെ നിഷിദ്ധമാക്കുകയും ദൈവിക ദാനമായ ഉത്തമ വിഭവങ്ങളെ വിലക്കുകയും ചെയ്തവനാര്? പറയുക, ഈ വിഭവങ്ങളെല്ലാം ഭൗതിക ജീവിതത്തിൽ വിശ്വാസികൾക്കുള്ളതാകുന്നു. അന്ത്യനാളിലോ അതവർക്കു മാത്രമുള്ളതായിരിക്കും. നാം നമ്മുടെ വൃത്താന്തങ്ങൾ അറിവാഗ്രഹിക്കുന്ന ജനത്തിനു വേണ്ടി ഈ വിധം വ്യക്തമായി വിവരിക്കുകയാകുന്നു. ഭൂലോകത്തെ എല്ലാ അലങ്കാര വസ്തുക്കളും ശുദ്ധമായ ഭക്ഷ്യപദാർത്ഥങ്ങളും അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് അവന്റെ അടിമകൾക്ക് വേണ്ടിയാണ്. എന്നിരിക്കെ അവൻ ആ വസ്തുക്കളും പദാർത്ഥങ്ങളും അവർക്ക് നിഷിദ്ധമാക്കുന്ന പ്രശ്നമേയില്ല. വല്ല മതമോ സദാചാര സാമൂഹിക വ്യവസ്ഥയോ അവ നിഷിദ്ധമാക്കുകയോ വെറുക്കപ്പെടേണ്ടതായി ഗണിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ, അഥവാ ആത്മീയതയ്ക്ക് തടസ്സമായി കണക്കാക്കുന്നുവെങ്കിൽ, ആ വസ്തുത കൊണ്ടുതന്നെ അത്തരം മതവ്യവസ്ഥകൾ അല്ലാഹുവിങ്കൽ നിന്നുള്ളതല്ലെന്ന് വ്യക്തമായും തെളിയുന്നതാണ്. അസത്യമതങ്ങളെ ഖണ്ഡിക്കാനായി വിശുദ്ധ ഖുർആൻ ഉന്നയിച്ചിട്ടുള്ള തെളിവുകളിൽ ഒരു പ്രധാന തെളിവാണിത്. ഇത് മനസ്സിലാക്കേണ്ടത് ഖുർആന്റെ ന്യായസ്ഥാപന രീതി മനസ്സിലാക്കാൻ ആവശ്യവുമാണ്. ഈ സൂക്തം അവതരിപ്പിക്കുന്ന മറ്റൊരാശയം ഇതാണ്: യാഥാർത്ഥ്യം പരിഗണിക്കുമ്പോൾ ദൈവനിർമ്മിത വസ്തുക്കളെല്ലാം പാരത്രിക ജീവിതത്തിലെന്ന പോലെ ഐഹിക ജീവിതത്തിലും സത്യവിശ്വാസികൾക്ക് വേണ്ടിയുള്ളതത്രേ. കാരണം അവരാണ് കൂറുള്ള പ്രജകൾ. നന്ദിയുടെ നേട്ടം നന്ദിയുള്ളവർക്ക് ലഭിക്കേണ്ടതുള്ളൂ. പക്ഷേ ഇഹലോകത്തിന്റെ നിലവിലുള്ള ഘടന പരീക്ഷണത്തിന്റെയും അവസരത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നിലകൊള്ളുന്നത്. അതിനാൽ ഇവിടെ ദൈവികാനുഗ്രഹങ്ങളുടെ സിംഹഭാഗവും നന്ദികെട്ടവർക്കിടയിൽ പങ്കുവയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നല്ല. പലപ്പോഴും നന്ദിയുള്ളവരെ അപേക്ഷിച്ച് നന്ദികെട്ടവർക്കാണ് കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകപ്പെടുന്നത്. എന്നാൽ പരലോകത്തിന്റെ ഘടന തികച്ചും സത്യത്തിൽ അധിഷ്ഠിതമാണ്. അവിടെ എല്ലാ ജീവിത അലങ്കാരങ്ങളും ഉത്തമാഹാര വിഭവങ്ങളും സത്യവിശ്വാസികളായ നന്ദിയുള്ളവർക്ക് മാത്രമായിരിക്കും. സ്വന്തം യജമാനന്റെ ആഹാര വിഭവങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇവിടെ അവനെ ധിക്കരിച്ച് നന്ദികെട്ടവർക്കാവട്ടെ അവയിൽ ഒരു വിഹിതവും ലഭിക്കുന്നതല്ല. قل إنما حرم ربي الفواحش ما ظهر منها وما بطن والإثم والبغي بغير الحق وأن تشركوا بالله ما لم ينزل به سلطانا وأن تقولوا على الله ما لا تعلمون. പ്രവാചകൻ ഇവരോട് പറയുക, എന്റെ റബ്ബ് നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഇവയാകുന്നു: രഹസ്യവും പരസ്യവുമായ നീചവൃത്തികൾ, കുറ്റകൃത്യങ്ങൾ, അവകാശമില്ലാത്ത അതിക്രമങ്ങൾ, അല്ലാഹു ഒരു പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ലാത്തതിനെ അവന്റെ പങ്കാളിയാക്കുക, യഥാർത്ഥത്തിൽ അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ അവന്റെ പേരിൽ ആരോപിക്കുക. ഇവിടെ ഉപയോഗിച്ച ഇസ്മ് എന്ന പദത്തിന്റെ മൗലികമായ അർത്ഥം വീഴ്ചയെന്നാണ്. വേഗത്തിൽ നടക്കാൻ കഴിവുണ്ടായിട്ടും മനഃപൂർവ്വം മെല്ലെ നടക്കുന്ന ഒട്ടകത്തിന് ആസിമത്ത് എന്ന് പറയുന്നു. ഇസ്മിന്റെ കർത്തൃനാമരൂപമാണ് ആസിമത്ത്. ഈ അടിസ്ഥാനത്തിലാണ് പ്രകൃത പദത്തിന് പാപം അല്ലെങ്കിൽ കുറ്റം എന്നർത്ഥമുണ്ടായത്. തന്റെ യജമാനനോട് കൂറും ഭക്തിയും കാണിക്കാൻ സൗകര്യമുണ്ടായിട്ടും വീഴ്ച വരുത്തുകയും അവന്റെ പ്രിയം നേടുന്നതിൽ അറിഞ്ഞുകൊണ്ട് അലംഭാവം കാണിക്കുകയും ചെയ്യുക എന്ന് സാരം. തന്റേതായ പരിധി അതിലംഘിക്കുക, എന്നിട്ട് തനിക്ക് പ്രവേശിക്കാൻ അധികാരമില്ലാത്ത അതിർത്തികളിൽ കാൽ വയ്ക്കുക. ഈ നിർവചനപ്രകാരം അല്ലാഹുവിന്റെ സാമ്രാജ്യത്തിൽ അടിമത്ത പരിധി വിട്ട് സ്വയം അധികാരം സ്ഥാപിക്കുന്നവർ അതിക്രമികളാണ്. അപ്രകാരം തന്നെ ദൈവത്തിന്റെ ആധിപത്യത്തിൽ അഹങ്കാരത്തിന്റെ ശബ്ദം മുഴക്കുന്നവരും ദൈവത്തിന്റെ സൃഷ്ടികളുടെ അവകാശങ്ങളിൽ കയ്യേറ്റം നടത്തുന്നവരും അതിക്രമകാരികളാണ്. وَلِكُلِّ أُمَّةٍ أَجَلٌ
فإذا جاء أجلهم لا يستأخرون ساعة ولا يستقدمون. എല്ലാ ജനങ്ങൾക്കും നിശ്ചിത കാലാവധിയുണ്ട്. അവരുടെ അവധി ആസന്നമായാൽ പിന്നെ ഒരു ജനവും ഒരു നിമിഷം പോലും മുന്തുകയോ പിന്തുകയോ ചെയ്യുന്നതല്ല. ഓരോ ജനതയ്ക്കും പ്രായപരിധി നിശ്ചയിക്കുകയും ആ പ്രായപരിധി എത്തിയാൽ ആ ജനതയെ നശിപ്പിക്കുകയും ചെയ്യുക എന്നതല്ല ഇവിടെ അവധി നിശ്ചയം കൊണ്ടുള്ള വിവക്ഷ. മറിച്ച് ധാർമ്മിക പരിധിയാണ് ഉദ്ദേശ്യം. അതായത് ഓരോ സമുദായത്തിനും ഇഹലോകത്ത് പ്രവർത്തിക്കാൻ നൽകിയിട്ടുള്ള അവസരത്തിന് നിർണിതമായ ഒരു ധാർമ്മിക പരിധിയുണ്ട്. അഥവാ അവരുടെ കർമ്മങ്ങളിൽ നന്മയും തിന്മയും ഏത് അനുപാതത്തിൽ സഹിക്കാമെന്ന ഒരു നിശ്ചയമുണ്ട്. ഒരു സമുദായത്തിന്റെ സദ്ഗുണങ്ങളെ അപേക്ഷിച്ച് ദുർഗുണങ്ങൾ ഈ പരിധിക്കുള്ളിലായിരിക്കുന്ന കാലത്തോളം ആ സമുദായത്തിന് എന്തുതന്നെ തിന്മകളുണ്ടെങ്കിലും അവധി നൽകപ്പെട്ടുകൊണ്ടിരിക്കും. അവരുടെ ദുഷ്ടത അന്തിമ പരിധിയും അതിലംഘിക്കുന്ന പക്ഷം ആ സമുദായത്തിനു പിന്നെ കൂടുതലായി ഒരവധിയും നൽകപ്പെടുന്നതല്ല. يا بني آدم إما يأتينكم رسل منكم يقصون عليكم آياتي فمن اتقى وأصلح فلا خوف عليهم ولا هم يحزنون. നമ്മുടെ സൂക്തങ്ങളെ തള്ളിപ്പറയുകയും അതിനോട് ധിക്കാരം അനുവർത്തിക്കുകയും ചെയ്യുന്നവരോ നരകാവകാശികൾ തന്നെയാകുന്നു. അവർ അതിൽ ശാശ്വതവാസികളാകുന്നു. والذين كذبوا بآياتنا واستكبروا عنها أولئك أصحاب النار هم فيها خالدون. നമ്മുടെ സൂക്തങ്ങളെ തള്ളിപ്പറയുകയും അതിനോട് ധിക്കാരം അനുവർത്തിക്കുകയും ചെയ്യുന്നവരോ നരകാവകാശികൾ തന്നെയാകുന്നു. അവർ അതിൽ ശാശ്വതവാസികളാകുന്നു. ആദം ദമ്പതികളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ സംഭവം വിവരിച്ച ഇടങ്ങളിലെല്ലാം ഖുർആൻ ഈ മുന്നറിയിപ്പ് നൽകിയതായി കാണാം. അൽ ബഖറ സൂക്തം 38-39, ത്വാഹ സൂക്തം 123-124 എന്നിവ ഉദാഹരണം. അതിനാൽ ഇവിടെയും അത് പ്രസ്തുത സന്ദർഭത്തോട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കേണ്ടതാണ്. മനുഷ്യവംശം ജീവിതം ആരംഭിച്ചത് എന്നാണോ അന്നുതന്നെ ഈ സംഗതി അവർക്ക് വ്യക്തമാക്കി കൊടുത്തിരുന്നു. فمن أظلم ممن افترى على الله كذبا أو كذب بآياته أولئك ينالهم نصيبهم من الكتاب حتى إذا جاءتهم رسلنا يتوفونهم قالوا أين ما كنتم تدعون من دون الله قالوا ضلوا عنا وشهدوا على أنفسهم أنهم كانوا كافرين. അള്ളാഹുവിന്റെ പേരിൽ തികഞ്ഞ കള്ളം ചമയ്ക്കുകയോ അവന്റെ സത്യസൂക്തങ്ങളെ നിഷേധിക്കുകയോ ചെയ്യുന്നവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? അത്തരം ആളുകൾ അവരുടെ വിധിപ്രമാണത്തിനനുസൃതമായി തങ്ങളുടെ വിഹിതം അനുഭവിക്കുക തന്നെ ചെയ്യും. നാം നിയോഗിച്ച മലക്കുകൾ അവരുടെ ആത്മാവുകളെ പിടിച്ചെടുക്കാനെത്തും വരെ. അന്നേരം അവർ അവരോട് ചോദിക്കും, നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആരാധ്യന്മാർ ഇപ്പോഴെവിടെ? അവർ പറയും, അവരൊക്കെയും ഞങ്ങളിൽ നിന്ന് വഴിമാറിപ്പോയല്ലോ. അവർക്കെതിരായി തങ്ങൾ സത്യനിഷേധികളായിരുന്നുവെന്ന് അവർ തന്നെ സാക്ഷ്യം വഹിക്കുകയും ചെയ്യും. വിഹിതം അനുഭവിക്കുക എന്നാൽ ഇഹലോകത്ത് നിശ്ചയിക്കപ്പെട്ട അവധി വരെ അവർ ഇവിടെ അധിവസിക്കുകയും അവർക്ക് വിധിക്കപ്പെട്ട നല്ലതോ ചീത്തയോ ആയ ജീവിതം നയിക്കുകയും ചെയ്യും എന്നർത്ഥം. قل من حرم زينة الله التي أخرج لعباده والطيبات